നിങ്ങൾക്കായിരം അഭിവാദ്യങ്ങൾ LDF സിന്ദാബാദ് LDF സിന്ദാബാദ് മണ്ണില്ലാത്തോനൊരു പിടിമണ്ണും പാവങ്ങൾക്കൊരു ചെറ്റക്കുടിലും നേടിയെടുക്കാൻ അംഗം വട്ടി പിടഞ്ഞു മരിച്ച ആളികാവിലെ കല്ലറയിൽ അന്തിയുറങ്ങും നേതാവേ ധീരസഖാവേ കുഞ്ഞാലേ നിങ്ങൾ കാട്ടിയ വഴികളിലൂടെ ഈ മണ്ണ് ചുവപ്പിക്കാൻ നിങ്ങൾക്കായിരം അഭിവാദ്യങ്ങൾ മണ്ണില്ലാത്തോനൊരു പിടിമണ്ണും പാവങ്ങൾക്കൊരു ചെറ്റക്കുടിലും നേടിയെടുക്കാൻ അംഗം വട്ടി നിലമ്പൂർ കാട്ടിൽ വീണ് മരിച്ച ധീരസഖാവേ കുഞ്ഞാലേ ആളികാവിലെ കബറിനുള്ളിൽ അന്തിയുറങ്ങും നേതാവേ ഇല്ല നിങ്ങൾ മരിച്ചിട്ടില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ ഈ മണ്ണ് ചുവപ്പിക്കാൻ ഇവിടപ്പുളകം വിരിയിക്കാൻ മുന്നോട്ടാണ് ഈ പ്രസ്ഥാനം കമ്മ്യൂണിസം ലോകവസന്തം പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ ഓരോ വോട്ടും എം സ്വരാജ് ഫ്രണ്ട് മാറേ അഞ്ചു പേരാകെ പോയാൽ മതിയെ ബാക്കി മാറിക്കൊടുക്കും അങ്ങോട്ട് പോകരുത് തീരുമാനിക്കപ്പെട്ട 5 പേര് മാത്രം നിലമ്പൂരിലെ LDF സ്ഥാനാർത്ഥി എം സ്വരാജ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനായി താലൂക്ക് ഓഫീസിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വിമോചന പോരാട്ടങ്ങളിൽ പുതുചരിത്രം എഴുതിയ ഏറനാടിൻ്റെ മണ്ണിൽ പുതുചരിത്രം കുറിക്കാൻ എം സ്വരാജ് LDFിൻ്റെ സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനായി കേരളത്തിൻ്റെ സമരരംഗങ്ങളിൽ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളുടെ സമരഭൂമികകളിൽ അനിഷേധ്യ നേതാവായി വന്ന ഉറച്ച പ്രത്യയശാസ്ത്ര ബോധ്യങ്ങളുള്ള ഉറച്ച കമ്മ്യൂണിസ്റ്റ് യുവനിരയുടെ കരുത്തുറ്റ നേതാവ് എം സ്വരാജ് ഇതാ താലൂക്ക് ഓഫീസിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനായി എത്തിച്ചേർന്നിരിക്കുന്നു. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. നിലമ്പൂരിൽ നിന്ന് വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി KT സ്വാലിഹ് കൂടി ചേരുന്നു. സ്വാലിഹ്, പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ, പാർട്ടിയുടെ ജില്ലാ നേതാക്കൾ അടക്കമുള്ളവരുടെ അകമ്പടിയോട് അവരോടൊപ്പമാണ് എം സ്വരാജ് ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തിച്ചേർന്നിട്ടുള്ളത്. അവിടെ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? ഇപ്പോൾ അവിടെ എത്തിച്ചേർന്നല്ലോ താലൂക്ക് ഓഫീസിന് മുന്നിലേക്ക് എം സ്വരാജ്. താലൂക്ക് ഓഫീസ് പരിസരത്ത് വെളിയന്തോട് നിന്ന് പ്രകടനമായി പ്രവർത്തകർ മിഷൻ നൽകാനായി പുറപ്പെട്ടത് ഇപ്പോൾ താലൂക്ക് ഓഫീസിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ, CP സുനീർ MP, അതോടൊപ്പം തന്നെ PK സൈനബ തുടങ്ങി പാർട്ടിയുടെ മുതിർന്ന നേതാക്കളോടൊപ്പം LDFിന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾക്കൊപ്പമാണ് നോമിനേഷൻ നൽകാനായി എത്തിയിരിക്കുന്നത്. ഇന്ന് രാവിലെ നിലമ്പൂർ നഗരസഭ കേന്ദ്രീകരിച്ചായിരുന്നു എം സ്വരാജിന്റെ പര്യടനം. രാവിലെ നിലമ്പൂർ കോൺഗ്രസ് ഓഫീസിൽ കൊല്ലപ്പെട്ട രാധയുടെ കുടുംബാംഗങ്ങളാണ് അദ്ദേഹത്തെ മാലയണിച്ച്. ശരി സ്വാലിഹ്, ഇപ്പോൾ അവിടെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. അതിലേക്ക് പോയതിനു ശേഷം സ്വാലിഹിലേക്ക് തിരികെ വരാം.
നിലമ്പൂരിലെ LDF സ്ഥാനാർത്ഥി എം സ്വരാജ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ താലൂക്ക് ഓഫീസിൽ എത്തിച്ചേർന്നിരിക്കുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വരുത്തിവെച്ച ഒരു തെരഞ്ഞെടുപ്പ്, നിലമ്പൂരിലെ വോട്ടർമാരെ വഞ്ചിച്ചുകൊണ്ട് UDFുമായി കള്ളക്കച്ചവടം നടത്തിയ PV അൻവറിനെതിരായ വിധിയെഴുത്താകും. അതോടൊപ്പം തന്നെ അവസരവാദ നിലപാടെടുക്കുന്ന കോൺഗ്രസിന്, വർഗീയതയ്ക്ക് കുടപിടിക്കുന്ന കോൺഗ്രസിന് ഉൾപ്പെടെയുള്ള തിരിച്ചടിയാകും നിലമ്പൂർ തെരഞ്ഞെടുപ്പ് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വ്യക്തമായതാണ്. ഇപ്പോൾ LDF സ്ഥാനാർത്ഥി എം സ്വരാജ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനായി പാർട്ടിയുടെ സമുന്നതരായ നേതാക്കളോടൊപ്പം താലൂക്ക് ഓഫീസിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കേവലം നിയമസഭാ തെരഞ്ഞെടുപ്പിന് 9 മാസം മാത്രം ശേഷിക്കെ ദുരാരോപണങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന സർക്കാരിനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ ഇല്ലാ കഥകൾ പറഞ്ഞുകൊണ്ട് UDFുമായി കൂട്ടുചേർന്ന് LDFിനെ, നിലമ്പൂരിലെ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് കൂറുമാറിയ PV അൻവർ വരുത്തിവെച്ച തെരഞ്ഞെടുപ്പാണ്. നിലമ്പൂരുകാർ അത് കൃത്യമായി ഓർക്കുന്നുണ്ട്. UDFിന് മുൻപിൽ കാല് പിടിക്കേണ്ട ഗതി, രാത്രികാലങ്ങളിൽ രാത്രിഞ്ചരന്മാർ PV അൻവറിൻ്റെ വീട്ടിലെത്തി കാല് പിടിക്കേണ്ട സാഹചര്യം, നെറുകെട്ട രാഷ്ട്രീയം നിലമ്പൂരിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരള ജനത കണ്ടതാണ്. അതിനുള്ള മറുപടി നിലമ്പൂർ ജനത നൽകുക തന്നെ ചെയ്യും. വളരെ കൃത്യമായ അച്ചടക്കത്തോടെ, കൃത്യമായ സംഘടനാ പാടവത്തോടെ, സംഘടനാ ശേഷിയോടെ ഉള്ള ഒരു നേതാവ് എം സ്വരാജ് DYFയെയും SFയെയും നയിച്ച അതേ കരുത്തോടുകൂടി പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ ദേശാഭിമാനി പ്രസിഡന്റ് എഡിറ്ററായ എം സ്വരാജ് നിലമ്പൂരിലേക്ക് എത്തുമ്പോൾ നിലമ്പൂരിൻ്റെ രാഷ്ട്രീയ ചിത്രം തന്നെ മാറുകയാണ്. സ്വരാജ് എത്തുമ്പോൾ നിലമ്പൂരിൻ്റെ ചരിത്രം വഴിമാറുകയാണ്. കർഷക സമരങ്ങളുടെ ചരിത്രമുള്ള, കർഷകൻ്റെ സമര പോരാട്ടങ്ങൾക്ക് പുതിയ ചരിത്രം കുറിച്ച നിലമ്പൂരിൻ്റെ മണ്ണിൽ ഏറനാടൻ പോരാളികളുടെ K കുഞ്ഞാലിയുടെ, വാര്യംകുന്നത്ത് അഹമ്മദ് ഹാജിയുടെ മണ്ണിൽ നിന്ന് പുതിയ പോരാളി എം സ്വരാജ് ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി താലൂക്ക് ഓഫീസിൽ എത്തിച്ചേർന്നിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്.